ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യം ഉണ്ടാവും. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് അതേപോലെ 2 ചോദ്യങ്ങളുണ്ടാവും. തേർഡ് മൊഡ്യൂളിലും ഉണ്ടാവും. അതേപോലെ ഫോർത്ത് മൊഡ്യൂളും 2 ചോദ്യങ്ങളുണ്ടാവും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാകും. അപ്പോൾ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോന്നിനും മാർക്ക് മാറ്റുണ്ട്. ഓരോ മൊഡ്യൂളിൽ നിന്നുള്ളതും ക്വസ്റ്റ്യന് മാറ്റുണ്ട്. ക്വസ്റ്റ്യനിൽ മാർക്കിന് ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മാർക്ക് വരെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. മൊഡ്യൂൾ 1 എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഹെക്സഗണൽ ബോൾട്ടും സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻ്റാണ്. ഹെക്സഗണൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഹെക്സഗണൽ ബോൾട്ടിൻ്റെ 3 വ്യൂസാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? M30 തന്നിട്ടുണ്ട്. M എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ബോൾട്ട് അല്ലേ. M30 എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണ് 30. ദ ലെങ്ത് ഓഫ് ദ ബോൾട്ട് ഈസ് 80 mm. ബോൾട്ടിൻ്റെ ലെങ്ത് എത്രയാണ്? 80. അതേപോലെ ത്രെഡ് ലെങ്ത് തന്നിട്ടുണ്ട് 54. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻഡിക്കേറ്റ് ഓൾ ഡയമെൻഷൻ ഓൺ ദ ഡ്രോയിങ് ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. ബോൾട്ടിൻ്റെ ഡയമീറ്ററിൻ്റെ ഇതിലേക്ക് എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഇതാണ് എന്ത്? ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഉണ്ടാവുക. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിലെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യണം? ഡി കണ്ടുപിടിക്കണം. ഡി 30 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് M30 എന്ന്. അപ്പോൾ എന്താണ്? D = 30. പിന്നെ എന്താണ്? 0.8 D ആവശ്യമുണ്ട്. എന്തിനാണ്? ഈ ബോൾട്ടിൻ്റെ സൈഡിലെ ലെങ്ത്ത് 0.8 D. പിക്ചറിൽ നോക്കിയാൽ കാണാം 0.8 D. ഈ അറ്റത്ത് എത്രയാണ്? 0.8 D. അത് നമ്മൾ കാണണം. അതേപോലെ 1.73 D. അതായത് ഇതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഹെക്സഗണിൻ്റെ ഉള്ളിലുള്ള സർക്കിളിൻ്റെ ലെങ്ത്താണ് എന്ത്? ഡയമീറ്ററാണ് എന്ത്? 1.73 D. അത് കാണണം. അതേപോലെ 0.2 D കാണണം. അതേപോലെ 2 D എത്രയെന്ന് അറിയണം. 2 D ആണ് എന്ത്? മേജർ ആക്സിസ്. പിന്നെന്താണ്? ഇത് വരയ്ക്കുക. ആദ്യം എന്ത് ചെയ്യണം? ഇത് വരയ്ക്കാൻ പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നിങ്ങൾ ആക്സിസ് വരയ്ക്കണം. ആക്സിസിൽ നിന്നായിരിക്കണം ബാക്കിയെല്ലാം വരച്ച് തുടങ്ങേണ്ടത്. പിന്നെ ഇതിൽ ഫസ്റ്റ് പിക്ചർ എല്ലാവരും നോക്കുക. നമ്പർ 1 എന്നിട്ട് പിക്ചർ നോക്കുക. അതെങ്ങനെയാണ്? ബോൾട്ട് ഹെക്സഗൺ കാണുന്ന രീതിയിൽ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി അത് ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരു സൈഡിലുള്ള 2 സൈഡ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതാണ് സെക്കൻഡ് ഫിഗർ. തേർഡ് ഫിഗർ എന്ന് പറയുമ്പോൾ ഒരാൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ എന്താ കാണുള്ളൂ? പുറത്തുള്ള ബോൾട്ടിൻ്റെ ഹെഡ് മാത്രമേ കാണുള്ളൂ. ആ കാണുന്ന പോർഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ തേർഡ് ഫിഗറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തേർഡ് ഫിഗറിൽ നോക്കുക, പുറത്തുള്ള ബോൾട്ടിൻ്റെ ഹെഡ് മാത്രമേ കാണുള്ളൂ. ഉള്ളിലുള്ള എന്താണ്? ഡോട്ടഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്? ഡോട്ടഡ് ആയി കൊടുക്കാൻ കാരണം ഉള്ളിലുള്ളത് എന്ത് ചെയ്യില്ല? ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റില്ല? ഈ ഉള്ളിലുള്ള ത്രെഡുള്ള പോർഷനില്ലേ ബോൾട്ടിൻ്റെ, അത് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് വരച്ച് നോക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഈ PPTൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഒന്നും കൂടെ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ തിക്നെസ് മാത്രമേ തരുള്ളൂ. എത്ര? 14 mm ആണ് തന്നിട്ടുള്ളത്. ഷോ അറ്റ്ലീസ്റ്റ് 3 റിവറ്റ്സ് ഇൻ പ്ലാൻ. പ്ലാനിൽ എന്ത് വേണം? 3 റിവറ്റ് കാണിക്കണം. എല്ലാ ഡയമെൻഷനും ഡയമീറ്ററിൽ കാണിക്കണം. എല്ലാവരും നോക്കുക. ഇത് എല്ലാവരും നേരെയാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഇത് കൊള്ളാത്തത് കൊണ്ട് ചെരിച്ച് വെച്ചതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. മുകളിൽ എന്തുണ്ടാവും? മുകളിൽ സിംഗിൾ റിവറ്റഡ് അല്ലേ. സിംഗിൾ റിവറ്റഡ് ആയതുകൊണ്ട് സിംഗിൾ റിവറ്റേ കാണുള്ളൂ. ഇതെന്താണ്? ലാപ്പ് ജോയിൻറ്റ്. 2 ഷീറ്റ് നേരെ വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? റിവറ്റ് അടിച്ചു. അതുകൊണ്ട് എന്ത്? സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്. ഇനി ഇതിലെ കുറച്ച് വാല്യൂസ് ആദ്യം നമ്മൾ കാണേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള 3 റിവറ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആൻസറിൽ 3 എണ്ണം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾക്ക് തിക്നെസ് 14 mm ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അൻവിൻസ് ഫോർമുല വെച്ച് D = 6√T വെച്ച് എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യാം? ഡയമീറ്റർ കാണാം. ഡയമീറ്റർ പറയുമ്പോൾ എന്താ? റിവറ്റിൻ്റെ ഡയമീറ്ററാണ് പറയേണ്ടത്. ഉള്ളിലുള്ള ഡയമീറ്ററാണ് ഈ D എന്ന് പറയുന്നത്.
ഡി ഈക്വൽ ടു 24. ഈ 22.2 ആണ് നമുക്ക് കിട്ടുക. അതെന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് വാല്യൂസ്. ഈ സ്റ്റാൻഡേർഡ് വാല്യൂസ് എത്രയാണ്? 6, 8, 10 ഇതേപോലത്തെ വാല്യൂസ്. അതെങ്ങനെ ഉണ്ടാവും? ഈ 22-നേക്കാളും എന്തെങ്കിലും വാല്യൂ കൂടുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 24 ആണ്. അപ്പോൾ ഇവിടെ 22.2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 24 mm ആയിട്ട് ഇതിൻ്റെ വാല്യൂ, ഡയമീറ്ററിൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനിയിപ്പോൾ 24 പോയിൻ്റ് അല്ലെങ്കിൽ 25 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം? 27. ആ വാല്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെക്കുക. ഇനി എന്താ വേണ്ടത്? എം എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യനിൽ നോക്കുക. ഈ സെൻട്രൽ ആക്സിസ് മുതൽ ഒരു ലാപ്പിൻ്റെ ഒരു ഷീറ്റിൻ്റെ അറ്റം വരെയുള്ള ലെങ്ത്താണ് എന്ത്? എം. അത് നമ്മളെങ്ങനെ കാണും? 1.5 D വെച്ച് കാണും. അതേപോലെ പി എന്ന് പറഞ്ഞാൽ ഈ പിച്ചാണ്. ഈ പ്ലാനിൽ മുകളിൽ കാണിച്ചിട്ടുള്ള സെക്ഷന് വ്യൂ ആണ്. താഴെ കാണിച്ചിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ പ്ലാനാണ്. പ്ലാനിൽ എങ്ങനെ വരും? പി എത്രയാണ്? പീൻ്റെ ഇക്വേഷനാണ് ഇത് 3D. ഇങ്ങനെ ഈ ഓരോ റിവറ്റിനും വേറെ വേറെ ഇക്വേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിംഗിൾ റിവറ്റഡ് ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? പി ഈക്വൽ ടു 3D എന്നുള്ള ഇക്വേഷനാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ റിവറ്റിൻ്റെ ഹെഡ് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹെഡിൻ്റെ ഹൈറ്റ് എത്രയാണ്? 0.7 D ആണ്. 0.7 D ഈക്വൽ ടു 0.7 D ചെയ്യുക 17 mm. 17 mm നിങ്ങൾ എന്ത് ചെയ്യണം? മുകളിലോട്ട് മാർക്ക് ചെയ്ത് സെൻറ്റർ ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യണം? ആക്സിസിൽ നിന്ന് 1.6 Dൻ്റെ പകുതി രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. സെക്ഷൻ കട്ട് ചെയ്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ബൈസെക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം? സ്നാപ്പ് വരക്കണം. സ്നാപ്പ് ഹെഡ്. ഇതിൻ്റെ പേരെന്ത്? സ്നാപ്പ് ഹെഡ്. ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം എന്ത് ചെയ്യുക? ആക്സിസ് വരയ്ക്കുക. ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യുക? ബാക്കിയുള്ള വരച്ചു തുടങ്ങുക. പിന്നെ ഈ 10 ഡിഗ്രി കൊടുക്കാൻ ആരും മറക്കരുത്. രണ്ട് സൈഡിലും അറ്റത്ത് എന്ത് ചെയ്യുക? 10 ഡിഗ്രി കൊടുക്കുക. പിന്നെ നിങ്ങൾ വാല്യൂസൊക്കെ ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്താണ്? 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോന്നിനും 25 മാർക്കാണുള്ളത്. എന്താ? സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റിൻ്റെ ഐസോമെട്രിക് വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂ എന്തായിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? എന്താണ്? ടോപ്പ് ഹാഫ് സെക്ഷനൽ എലവേഷൻ. ഹാഫ് സെക്ഷനൽ പറഞ്ഞാൽ പകുതി സെക്ഷൻ ചെയ്തത്. എലവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ. ടോപ്പ് ഹാഫ് സെക്ഷനൽ എലവേഷനും കാണണം. റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂവും കാണണം. റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എങ്ങനെ കാണും? ഒരു സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പകുതി ഹാഫ് സെക്ഷൻ ചെയ്ത ഫിഗറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഹാഫിന് മുകളിലേക്ക് എന്ത് ചെയ്യുക? അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ കഴിയും. പിന്നെ സൈഡ് വ്യൂ എങ്ങനെ കിട്ടും? ഈ സൈഡിൽ നിന്ന്, ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ഒരു റൗണ്ട് ഷേപ്പൊക്കെ കാണാൻ പറ്റുന്നത്, റൗണ്ടായിട്ടുള്ള ഷാഫ്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അതേപോലെ എന്ത് ചെയ്യുക? ഒട്ടിച്ച് വെച്ച പോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇത് വരയ്ക്കാൻ നോക്കണം. ഇതിൽ ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമുക്ക് ആൻസർ നോക്കാം. ഇതാണ് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റ്. ഇതെന്താണ്? ഹാഫ് സെക്ഷൻ. പകുതി നിന്ന് മോൾക്ക് ക്വസ്റ്റ്യനിൽ നോക്കി തന്നെ നമുക്ക് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഇമാജിൻ ചെയ്ത് വരക്കണം. ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരാൾ നോക്കുകയാണ്. ഈ ക്ലിയറൻസിന് ഈ ഭാഗത്ത് കൂടെ എന്ത് ചെയ്യണം? ഒരാൾ നോക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാണും? ഫ്രണ്ടിലുള്ള ഹാഫ് സെക്ഷൻ അതേപോലെ തന്നെ കാണും. മറ്റേത് എന്ത് ചെയ്യണം? നമ്മൾ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ചുമരിലേക്ക് ഒട്ടിച്ച പോലെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ആൻസറിൽ കൊടുത്തിട്ടുള്ളത്. ആൻസറിൽ എന്തുണ്ടാവില്ല? മുകളിൽ മാത്രമേ ഹാച്ച് ഉള്ളൂ. കാരണം എന്താ? മുകളിൽ എന്താണ്? ഹാഫ് സെക്ഷൻ എടുത്താണ്. അതുകൊണ്ടാണ് മുകളിൽ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യണം? നിങ്ങളെല്ലാം ഡയമെൻഷൻ നോക്കണം. ഓരോന്നിൻ്റെ ഡയമെൻഷനും നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? സെൻട്രൽ ആക്സിസ് വരയ്ക്കുക. ഡയമീറ്ററിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെയും 5 കൊടുത്തിട്ടുണ്ടല്ലോ. 536, 560 ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഈ 5 നോക്കിയിട്ട് എന്ത് ചെയ്യുക? മുകളിലേക്ക് ഡയമീറ്ററാണ് 60. അപ്പോൾ മുകളിലോട്ട് എത്ര ഉണ്ടാവും? 30 ഉണ്ടാവും. ഓരോ ലെങ്ത്തും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ലെങ്ത്തും മാർക്ക് ചെയ്യാൻ പറ്റും. ആദ്യം സെൻട്രൽ ആക്സിസ് രണ്ടും മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യുക? സെൻട്രൽ ആക്സിസ് മാർക്ക് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക? ഈ സോക്കറ്റും സ്പിഗോട്ടും അതുപോലെ എന്തുണ്ട്? ക്വാർട്ടർ എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്. ക്വാർട്ടർ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ക്വാർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലൈനാണ് സ്ട്രൈറ്റ് ആയിട്ടുണ്ടാവുക. റൈറ്റ് സൈഡ് എങ്ങനെ ഉണ്ടാവും? ഇൻക്ലൈൻഡ് ലൈനായിരിക്കും. ടാപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ടാപ്പറിങ് എങ്ങനെ വരിക? പകുതിയിൽ നിന്ന് ഓരോ 24 മില്ലിമീറ്ററിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും?
1 മില്ലിമീറ്റർ കുറവായിരിക്കും. അപ്പോൾ മുകളിൽ 24 ആകുമ്പോൾ താഴോട്ട് 24 പോകുമ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എത്ര ആവും? 23 ആവും. ലെങ്ത്ത് എത്രയുണ്ട് എന്ന് വെച്ചാൽ അത്രയും കുറയും, ഓരോ മില്ലിമീറ്റർ വെച്ച് കുറയും. അങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വാർട്ടറിൻ്റെ ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 96 ആണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ വരയ്ക്കുക. മുകളിൽ എന്ത് ചെയ്യണം? ഹാച്ച് ചെയ്യണം. സെക്ഷൻ ആയതുകൊണ്ടാണ് ഹാച്ച് ചെയ്യേണ്ടത്, അതെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഈ ക്വാർട്ടർ എന്ത് ചെയ്യണില്ല? ഹാച്ചിങ്ങിൽ പെടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ക്വാർട്ടറിന് ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വാർട്ടറിൽ എന്തില്ല? ഹാച്ചിങ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ക്വാർട്ടറിന് ഹാച്ചിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി സോക്കറ്റിൻ്റെ സ്പീക്കോട്ടിൻ്റെ പാർട്സിനൊക്കെ എന്ത് കൊടുക്കണം? ഹാച്ചിങ് കൊടുക്കണം. ഇതിൽ സോക്കറ്റ് ഏതാണ് സ്പീക്കോട്ട് ഏതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഉള്ളിലേക്ക് കയറി നിൽക്കേണ്ടതാണ് എന്ത്? റൈറ്റ് സൈഡിൽ കാണേണ്ടതാണ് എന്ത്? സോക്കറ്റ്. ഉള്ളിലോട്ട് വെച്ചിട്ടുള്ളത് എന്താണ്? സ്പീക്കോട്ടാണ്. സ്പീക്കോട്ടിൻ്റെ സെൻറ്ററിലും സോക്കറ്റിൻ്റെ സെൻറ്ററിലും എന്ത് ഉണ്ടായിരിക്കും? ഈ ക്വാർട്ടർ പോകാനുള്ള ഹോൾ ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഇതിൽ വേറൊരു ചോദിച്ചിട്ടുള്ളത് എന്താണ്? സൈഡ് വ്യൂ. സൈഡ് വ്യൂ ചോദിച്ചിട്ടുണ്ട്. സൈഡ് വ്യൂ എങ്ങനെ കിട്ടും? ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരാൾ നോക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? എന്താണ്? ഫുൾ സെക്ഷനൽ വ്യൂ ആണ്. സൈഡിൽ നിന്ന് നോക്കുന്നത് ഫുള്ളായിട്ടാണ് കാണുക. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? റൗണ്ടുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പുറത്തുള്ള ഷാഫ്റ്റിൻ്റെയും ഈ കോളറിൻ്റെയും ഒക്കെ റൗണ്ടായിട്ടുള്ള ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ഈ ആൻസറിൽ എങ്ങനെ സൈഡ് നോക്കുക. സൈഡിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഈ സ്പീക്കോട്ടിൻ്റെ ആദ്യത്തെ ഇത് കാണാൻ പറ്റും, ആദ്യത്തെ ഡയമീറ്റർ കാണാൻ പറ്റും. പിന്നെന്താണ്? ഷാഫ്റ്റിൻ്റെ സർക്കിൾ ഉണ്ടാവും. ഷാഫ്റ്റിൻ്റെ സർക്കിളാണ് ഇവിടെ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷമുള്ള ലെങ്ത്ത്. പിന്നെ സോക്കറ്റിൻ്റെ എന്തുണ്ട്? സോക്കറ്റിൻ്റെ ഏറ്റവും അറ്റം നമുക്ക് കാണാൻ പറ്റും. അതാണ് അടുത്തൊരു സർക്കിളായിട്ട്. അങ്ങനെ 3 സർക്കിളാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ കാണിച്ചിട്ടുള്ള എന്താണ്? ക്വാർട്ടർ. ക്വാർട്ടറിൻ്റെ എന്താണ്? ക്വാർട്ടറിൻ്റെ തിക്നെസ്സാണ്. ക്വാർട്ടറിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. ക്വാർട്ടറിൻ്റെ തിക്നെസ്സിൻ്റെ പകുതി എടുത്ത് എന്ത് ചെയ്യുക? ക്വാർട്ടർ വരയ്ക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്വാർട്ടറിൻ്റെ തിക്നെസ് 8 ആണ് തന്നിട്ടുണ്ട്. 2 സൈഡിലോട്ടും 4 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഈ മുകളിലോട്ടുള്ള സർക്കിളിൻ്റെ മുകളിലോട്ട് എത്ര ഉണ്ടാവും? 4 അല്ലേ ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1 2 3 എന്നിട്ട് എന്ത് ചെയ്യണം? ഐറ്റം ലിസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഐറ്റം ലിസ്റ്റ് ഒരിക്കലും മറക്കരുത്. ഈ ടാപ്പറിങ് കറക്റ്റായിട്ട് 1:24 എന്നുള്ളത് ആരോട്ട് കാണിക്കാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലാഞ്ചർ കപ്ലിങ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതിയാകും. രണ്ടും ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇനി ഫ്ലാഞ്ചർ കപ്ലിങ് എല്ലാവരും നോക്കുക. ഫ്ലാഞ്ചർ കപ്ലിങ്ങിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഫ്ലാഞ്ചർ കപ്ലിംഗ് ഈസ് ഷോൺ. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ഫ്ലാഞ്ചർ കപ്ലിങ്ങിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് നമ്മൾ എന്തൊക്കെ കാണണം? ഹാഫ് സെക്ഷനൽ എലവേഷൻ കാണണം. ഹാഫ് സെക്ഷനൽ എലവേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ആയിട്ടുള്ളത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. പിന്നെന്താ തന്നിട്ടുള്ളത്? എൻഡ് വ്യൂ, സൈഡ് വ്യൂ. അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എങ്ങനെ? ബോൾട്ട് ഹെഡുള്ള സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെന്തൊക്കെയുണ്ട്? ഷാഫ്റ്റ് ഉണ്ട്. ഫ്ലാഞ്ച് കപ്ലിങ്ങിൽ ഷാഫ്റ്റ് ഉണ്ട്, കീ ഉണ്ട്, അതേപോലെ ഫ്ലാഞ്ച് ഉണ്ട്. ഫ്ലാഞ്ച് മെയിലുണ്ട്, ഫീമെയിലുണ്ട്. മെയിലുള്ളത് എന്താണ്? മെയിൽ പോർഷൻ ഏതാണ്? നമ്പർ 3 എന്നിട്ടതാണ് മെയിൽ പോർഷൻ. മെയിൽ പോർഷൻ എന്തായിരിക്കും? അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഫീമെയിൽ പോർഷനിൽ ഈ ഷാഫ്റ്റ് കയറി നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് എന്ത്? ഫീമെയിൽ ഫ്ലാഞ്ച്. പിന്നെ എന്തൊക്കെയുണ്ട്? കീ ഉണ്ട്, ബോൾട്ട്, നട്ട്. ഇവിടെ ഇപ്പം മൊത്തം കാണിച്ചിട്ടുള്ള 4 ബോൾട്ടും ഉള്ള ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം സെൻട്രൽ ആക്സിസ് വരക്കണം. മുകളിലോട്ടും താഴോട്ടും കറക്റ്റ് മാർക്ക് ചെയ്യുക. മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? ഓരോ 5 എന്ന് പറയുന്ന ഓരോന്നിൻ്റെ ഡയമീറ്ററാണ്. അത് ആക്സിസിൻ്റെ മുകളിലോട്ടും താഴോട്ടും എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. മുകളിലോട്ട് സെക്ഷൻ ചെയ്ത വ്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. അടിയിലോട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? പ്രസ് ചെയ്ത് പ്ലെയിനായിട്ട് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് വരയ്ക്കുക. പിന്നെ ബോൾട്ടും നട്ടൊക്കെ എന്ത് ചെയ്യുക? അതിൻ്റെ ഡയമെൻഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ എൻഡ് വ്യൂ ചോദിച്ചിട്ടുണ്ട്. എൻഡ് വ്യൂവിൽ എന്തൊക്കെ കാണാൻ പറ്റും?
ഈ സൈഡിൽ നിന്നാണ് ഒരാൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും? ഷാഫ്റ്റ് കാണാൻ പറ്റും. അതുപോലെ ഫ്ലാഞ്ച്, മെയിൽ ഫ്ലാഞ്ചിൻ്റെ എന്ത് കാണാൻ പറ്റും? മെയിൽ ഫ്ലാഞ്ചിൻ്റെ ഒരു സൈഡ് കാണാൻ പറ്റും. അതേപോലെ ബാക്കിയുള്ള സൈഡൊക്കെ എന്താണ്, ബാക്കിയുള്ള ഒന്നും ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഈ ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ഹെഡ് കാണാൻ പറ്റും. ഹെഡ് മാത്രം കാണാൻ, ഹെഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് 4 എണ്ണം. അതും വരയ്ക്കുക. കീ എന്ത് ചെയ്യുക? കീ സൈഡിലുള്ള കീ നമുക്ക് സൈഡിലുള്ള കീ കാണാൻ പറ്റില്ല, മുകളിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത്, മുകളിലുള്ളത് തിക്കായിട്ടും മറ്റേത് തിന്നായിട്ടും വരച്ചിട്ടുള്ളത്. പിന്നെ നടുക്ക് എന്തുണ്ട്? ഹാച്ചിങ് ഉണ്ട്. ഷാഫ്റ്റ് ഡിസ്കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ഹാച്ചിങ് ഉണ്ടാവും. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡൗട്ടുള്ള ആൾക്കാർക്ക് വീഡിയോ എന്താ ഉണ്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ, ഇത് വരയ്ക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ മറക്കരുത്, ഈ ഐറ്റം ലിസ്റ്റ് വരയ്ക്കാൻ മറക്കരുത്. നിങ്ങൾ ഇത്ര ഏതാണ്ട് ടി എന്നൊക്കെ ഇട്ട് എന്ത് ചെയ്താൽ മതി, ഡയമെൻഷൻ ചെയ്ത് വെച്ചാൽ മതി. യോഗം ഈ നമ്പർ ഇടാൻ ആരും മറക്കരുത്. നമ്പറും ഐറ്റം ലിസ്റ്റും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മുകളിൽ ഹാച്ച് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ടോപ്പ് ഹാഫ് സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഹാഫ് സെക്ഷൻ ഏത് ഭാഗത്തിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്, ആ സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഹാച്ച് ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യനിൽ സെക്ഷൻ ചെയ്ത വ്യൂ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലെ ഭാഗത്തിൻ്റെ അതേ ഫിഗർ തന്നെ മുകളിലുണ്ടാവും. ആക്സിസിന് മുകളിലോട്ട്, താഴോട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ഇത് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ. ഇനി എന്താണ്, മൊഡ്യൂൾ 3ൽ നമുക്ക് 2 ചോദ്യങ്ങളുണ്ടാവുക. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഓരോന്നിനും 20 മാർക്ക് വെച്ചാണുള്ളത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹാഫ് സെക്ഷനൽ ഫ്രണ്ട് വ്യൂ ഓഫ് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ ഹാഫ് സെക്ഷനൽ ഫ്രണ്ട് വ്യൂ. ഹാഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പകുതി സെക്ഷൻ ചെയ്തത്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. ഇത് പിസ്റ്റണ് 3D ആയിട്ടുള്ള പിസ്റ്റണ് നമ്മൾ എന്താണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കിയിട്ട് അത് ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇമാജിനേ ചെയ്ത് നമ്മളിത് വരക്കണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും തരില്ല, ഇതിൻ്റെ ഫിഗറൊന്നും തരില്ല. നമ്മൾ ഇമാജിൻ ചെയ്ത് തന്നെ വരക്കണം. ഡയമെൻഷനിങ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഫിഗർ മനസ്സിൽ ഓർത്ത് വെച്ച് വരച്ചാൽ മതിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പെയിൻറ്റ് ബൂത്തിൻ്റെ വ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. പെയിൻറ്റ് ബൂത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. തൽക്കാലം നിങ്ങൾ ലേ ഔട്ട് വരച്ചാൽ മതിയാകും. പെയിൻറ്റ് ബൂത്ത് എന്ന് പറഞ്ഞാൽ, പെയിൻറ്റ് ബൂത്തിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതാണ് പെയിൻറ്റ് ബൂത്തിൻ്റെ ലേ ഔട്ട്. വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ടാവും, പ്രിപ്പറേഷനുള്ള ഏരിയ ഉണ്ടാവും. അതേപോലെ വെഹിക്കിൾ വാഷ് ഏരിയ ഒരു സൈഡിലുണ്ടാവും. ആദ്യം വാഷ് ചെയ്ത് കൊണ്ടുവരുന്നു, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ നിർത്തുന്നു. ഓഫീസ് ഉണ്ടാവും, ചേഞ്ചിങ് റൂം, സപ്ലൈസ്, ഇങ്ങനെ ഓരോ പാർട്ട് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ഥാനത്ത് തന്നെ എല്ലാം പഠിച്ചിട്ട് ഒന്ന് എക്സാമിന് എഴുതുക. ഇനി ബി പാർട്ട്, മോഡേൺ ഗാരേജ്. മോഡേൺ ഗാരേജ് എന്ന് പറയുമ്പോൾ എന്താണ്? മോഡേൺ ഗാരേജിൽ എല്ലാവിധ എക്യുപ്മെൻറ്റ്സും ഉണ്ടാവും. ലൈറ്റ് മെഷീന്, ബോറിങ് ആൻഡ് ഡ്രില്ലിങ് മെഷീന്, അതേപോലെ വർക്ക് ബെഞ്ച്, സ്പാർക്ക് പ്ലഗ് ടെസ്റ്റിംഗ് ആൻഡ് ക്ലീനിങ്, അതേപോലെ ബാറ്ററി ചാർജിങ് ആൻഡ് ടെസ്റ്റിംഗ്, എല്ലാവിധ എക്യുപ്മെൻറ്റ്സിനും ഉള്ള സ്പേസ് ഇതിലുണ്ടാവും. നിങ്ങളത് കറക്റ്റായിട്ട് വരയ്ക്കാൻ നമ്പറിട്ട് പഠിക്കുക. നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ എന്ത് ചെയ്യുക, താഴെ മാർക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് മെഷീൻ, റബ്ബർ ട്യൂബ്, വൾക്കനൈസിങ് മെഷീൻ, അതുപോലെ സർവീസിങ്ങിൻ്റെ സ്പേസ്, ഓഫീസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായി തന്നെ പഠിച്ചു വെക്കുക. അത് വന്ന് എഴുതുക. ഓക്കെ. ഇനി എന്താണ്, നാലാമത്തെ മൊഡ്യൂൾ ഓരോന്നിനും 15 മാർക്ക് വെച്ചാണ് കൊടുക്കുന്നത്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. സൈഡ് വാൾവ് ഓപ്പണിംഗ് മെക്കാനിസമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ സൈഡ് വാൾവ് നമ്മൾ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ടായിരുന്നു. സൈഡ് വാൾവിൽ എന്തൊക്കെ ഉണ്ടാവും? ക്യാം ഉണ്ടാവും. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താവും? സ്പ്രിങ് എൻഗേജ്ഡ് ആവും. അങ്ങനെ എന്താവും? ഫ്യൂൽ മിക്സ്ചർ കയറും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് അല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താനാണ് ഉണ്ടാവുക. കറക്റ്റായിട്ട് ഫിഗർ 2-3 വട്ടം പഠിച്ച്, ഈ ഫിഗർ 2-3 വട്ടം വരച്ച് എന്ത് ചെയ്യുക, പാർട്സ് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. സൈഡ് വാൾ മെക്കാനിസം മറന്നു പോകാനും പാടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ ഒരു
മോഡൽ മനസ്സിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, മാറില്ല, ചിത്രം മാറില്ല. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫുൾ സെക്ഷനൽ വ്യൂ ഓഫ് സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗിൻ്റെ സെക്ഷനൽ വ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സ്പാർക്ക് പ്ലഗ് എന്താണ്? സ്പാർക്ക് ഉണ്ടാക്കാൻ പെട്രോൾ എൻജിനിൽ സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗിൽ എന്തുണ്ടാവും? ഇലക്ട്രോഡുകൾ നിർബന്ധമായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരു പിക്ചർ വെറുതെ കാണിച്ചു തന്നാലും ഏതാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഇത് 2-3 വട്ടം നിങ്ങൾ എന്തെങ്കിലും വരച്ച് നോക്കുക, പാർട്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റെഫറൻസ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, പഠിക്കുക. ഫ്ലാഞ്ച് കപ്ലിങ്ങൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ കാര്യമായതുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നിർബന്ധമായിട്ടും 25 മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ ഫ്ലാഞ്ച് കപ്ലിങ്ങൊക്കെ 25 മാർക്കിന് ചോദിക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ജോയിൻറ്റും സെക്കൻഡ് മൊഡ്യൂളിലുള്ളതാണ്. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഹെക്സഗണൽ ബോൾട്ടും ലാപ്പ് ജോയിൻറ്റിൻ്റെയും വീഡിയോ തന്നിട്ടുണ്ട്. തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാനാണ്. പിക്ചർ മനസ്സിൽ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം, റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പിക്ചറുകൾ 2-3 വട്ടം വരച്ചിട്ട് പോകണം. അതിൽ ഡയമെൻഷൻസ് കാണിക്കേണ്ട ആവശ്യമില്ല. തേർഡ് മൊഡ്യൂളിലുള്ള ഫിഗേഴ്സും ഫോർത്ത് മൊഡ്യൂളിലുള്ള ഫിഗേഴ്സും ഓട്ടോമൊബൈൽ കോമ്പണൻസ് ആണ് അതിൽ കൂടുതലുള്ളത്. സ്പാർക്ക് പ്ലഗ്, ഫ്യൂൽ ഇഞ്ചക്ടർ പോലത്തെ ഒക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിന്, നാളെയുള്ള എക്സാമിന് നിങ്ങൾക്ക് അതില്ല. തൽക്കാലം തന്നത് മാത്രം വളരെ കറക്റ്റായിട്ട് തന്നെ ഒരു വരയ്ക്കാൻ പറ്റുന്ന കോൺഫിഡൻ്റ് ആയി തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.